ഇവിടെ ഒന്നുമില്ല. എവിടെ വെച്ച് നോക്കൂ, പാക്ക് ചെയ്ത ഭാഗത്ത് നോക്കൂ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വിസിറ്റേഴ്സ് വന്ന് സമയം പോയി. കുറെ പുസ്തകങ്ങൾ പാർസൽ അയക്കാനുണ്ടായിരുന്നു, എല്ലാം കൂടി വൈകി. ഹരി ഓം നാരായണ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം, സുസ്വാഗതം. കാവ്യമഞ്ജരി, അതിൽ നിന്ന് അല്ലേ തേൻ കുടിക്കാനായിട്ട് വണ്ടുകൾ കൊതിയോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടുകൾക്കും സ്വാഗതം. നമുക്ക് നിങ്ങളെല്ലാം സുഹൃതികളാണ്, നല്ല ശുദ്ധ ഹൃദയമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെയൊക്കെ ആസ്വദിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കേൾക്കുകയും ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാവട്ടെ. കൂടുതൽ കൂടുതൽ ഹൃദയശുദ്ധിയുള്ളവരായി മാറട്ടെ നമ്മളൊക്കെ. ആ ഹൃദയശുദ്ധിയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായി മറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ തെളിഞ്ഞു കാണാൻ എല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് കാവ്യമഞ്ജരിയിലെ തേൻ കുടിക്കാം. ഇന്ന് ആരംഭിക്കുന്നത് ഒരു ദേവീ പ്രണാമം എന്നുള്ള ഒരു കീർത്തനം കൊണ്ടാണ്. ഇന്നലെ ഓർഡറിൽ സ്കിപ്പ് ചെയ്തു പോയ ഒരു ഇതാണ് ദേവീ പ്രണാമം. ദേവീ പ്രണാമം കൊണ്ട് ആരംഭിക്കാം. നാരായണ. അമ്മേ നാരായണ. ഓം. ഇരുളും വെളിച്ചവും മാറി മാറി വന്നെന്റെ ഹൃദയം കലുഷമായി അസ്വസ്ഥമായിടുമ്പോൾ നെടുവീർപ്പുകൾ ദേവി
നിന്നാമമായി മാറുമ്പോൾ ഒരു ദിവ്യമാം തേജസ്സെന്നുള്ളിൽ തെളിയുന്നു. ഇരുളും വെളിച്ചവും മാറി മാറി വന്നെന്റെ ഹൃദയം കലുഷമായി അസ്വസ്ഥമായിടുമ്പോൾ നെടുവീർപ്പുകൾ ദേവി നിന്നാമമായി മാറുമ്പോൾ ഒരു ദിവ്യമാം തേജസ്സെന്നുള്ളിൽ തെളിയുന്നു. ഒരു സാന്ത്വനത്തിന്റെ സ്പർശമുൾക്കൊള്ളുന്നു ഞാൻ, അറിയുന്നു ഞാൻ ജഗജ്ജനനി നിൻ സാന്നിധ്യം. ഒരു സാന്ത്വനത്തിന്റെ സ്പർശമുൾക്കൊള്ളുന്നു ഞാൻ, അറിയുന്നു ഞാൻ ജഗജ്ജനനി നിൻ സാന്നിധ്യം. അറിയില്ലൊന്നും എന്നൊരറിവിൽ പലപ്പോഴും വിഫലം മജ്ജീവിതം എന്ന ചിന്തയിൽ മുങ്ങി തളർന്നു പോയിടുമ്പോൾ അമ്മേ നിൻ സ്തോത്രാമൃതം നവചൈതന്യം നൽകി ഉണർത്തുന്നഹോ ഭാഗ്യം. അറിയില്ലൊന്നും എന്നൊരറിവിൽ പലപ്പോഴും വിഫലം മജ്ജീവിതം എന്ന ചിന്തയിൽ മുങ്ങിത്തളർന്നു പോയിടുമ്പോൾ അമ്മേ നിൻ സ്തോത്രാമൃതം നവചൈതന്യം നൽകി ഉണർത്തുന്നഹോ ഭാഗ്യം. സത്യത്തിൻ രൂപം മിന്നിമറഞ്ഞു പോയിടുമ്പോൾ സത്യവാണികൾ ചൊല്ലാൻ ശക്തിയില്ലാതാവുമ്പോൾ നിസ്സഹായത തന്റെ തീരത്തു നിന്നിടുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൻ വീഥികളിൽ നിൽക്കുവാൻ പറ്റാതങ്ങുമിങ്ങുമായോടിടുമ്പോൾ ശബ്ദ സാന്നിധ്യം പോലും എങ്ങുമില്ലാതാവുമ്പോൾ മന്ദഹാസത്തിൻ മഞ്ജുസ്ഫുരണ പ്രകാശമായി മന്ദമായൊഴുകിടും ഗാനമാധുരിയായി കാരുണ്യത്തിന്റെ സുധാവർഷമായി വാത്സല്യത്തിൻ തേന്മഴയായെത്തിടും ജഗദംബികേ ദേവി. അമ്മയായി ഗുരുവായി മാർഗദർശിയായി എന്നെ തന്നിലേക്കടുപ്പിക്കും ഈശ്വരീ നമസ്കാരം. സത്യത്തിൻ രൂപം മിന്നിമറഞ്ഞു പോയിടുമ്പോൾ സത്യവാണികൾ ചൊല്ലാൻ ശക്തിയില്ലാതാവുമ്പോൾ നിസ്സഹായത തന്റെ തീരത്തു നിന്നിടുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൻ വീഥികളിൽ നിൽക്കുവാൻ പറ്റാതങ്ങുമിങ്ങുമായോടിടുമ്പോൾ ശബ്ദ സാന്നിധ്യം പോലും എങ്ങുമില്ലാതാവുമ്പോൾ മന്ദഹാസത്തിൻ മഞ്ജുസ്ഫുരണ പ്രകാശമായി മന്ദമായൊഴുകിടും ഗാനമാധുരിയായി കാരുണ്യത്തിന്റെ സുധാവർഷമായി വാത്സല്യത്തിൻ തേന്മഴയായെത്തിടും ജഗദംബികേ ദേവി.
അമ്മയായി ഗുരുവായി മാർഗദർശിയായി എന്നെ തന്നിലേക്കടുപ്പിക്കും ഈശ്വരീ നമസ്കാരം. സാക്ഷാൽ ജഗദംബികയും അല്ലെ, കൂടെ ഒരു ജഗദംബികയുണ്ട്, അനിയത്തി ജഗദംബിക. ആ ജഗദംബികയ്ക്കും ചേരും ഈ വാക്കുകളൊക്കെ. കമലാദേവി കുഞ്ഞമ്മയ്ക്ക് എപ്പോഴും തുണയായി, അവരുടെ എല്ലാമായി കൂടെയുള്ളത് ഈ അനിയത്തിയാണ്, ജഗദംബിക കുഞ്ഞമ്മ. അവർക്കും ചേരും ഈ വരികള്. അവസാനത്തെ വരികളൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ അവർക്കാണ് കൂടുതൽ ചേരുക. അടുത്തുനിന്ന് മന്ദഹാസത്തിൻ മഞ്ജുസ്ഫുരണ പ്രകാശമായി മന്ദമായി ഒഴുകിടും ഗാനമാധുരിയായി കാരുണ്യത്തിന്റെ സുധാവർഷമായി വാത്സല്യത്തിൻ തേന്മഴയായി എത്തിടും ജഗദംബികേ ദേവി. അമ്മയായി ഗുരുവായി മാർഗദർശിയായി എന്നെ തന്നിലേക്ക് അടുപ്പിക്കും ഈശ്വരീ നമസ്കാരം. അമ്മ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. നാരായണ. ഹരിയോം അമ്മേ. അനിയത്തി കുഞ്ഞമ്മ, ജഗദംബിക കുഞ്ഞമ്മ. നാരായണ. അടുത്തതായിട്ട് ശ്രീ ശിവനും സതീദേവിയും എന്നുള്ള ഒരു ടൈറ്റിലില് ദക്ഷയാഗം കഥ. നമ്മുടെ ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 2-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ 6 അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള ആ ദക്ഷയാഗത്തെ വളരെ മനോഹരമായി ചുരുക്കി അവതരിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഓം നാരായണ. പോകുന്നിതാ വിബുധ സ്ത്രീകൾ തൻ ദിവ്യയാനങ്ങളിൽ വസ്ത്രഭൂഷണാലങ്കൃതർ. നാദാ ഭവാന്റെ ശ്വശുരൻ നടത്തുന്ന യാഗത്തിനായി ഭർത്തൃപുത്ര സമേതരായി. ആകാശചാരികൾ വർണ്ണിപ്പതായി കേൾപ്പു യാഗവിശേഷങ്ങൾ എത്രയും അത്ഭുതം. പോകുന്നിതാ വിബുധ സ്ത്രീകൾ തൻ ദിവ്യയാനങ്ങളിൽ വസ്ത്രഭൂഷണാലങ്കൃതർ. നാഥാ ഭവാന്റെ ശ്വശുരൻ നടത്തുന്ന യാഗത്തിനായി ഭർത്തൃപുത്ര സമേതരായി. ആകാശചാരികൾ വർണ്ണിപ്പതായി കേൾപ്പു യാഗവിശേഷങ്ങൾ എത്രയും അത്ഭുതം. പ്രാണനാഥ ഭവാനൊപ്പം അവിടേക്കു പോകുവാനേറെ കൊതിക്കുന്നിതൻ മനം. പ്രാണനാഥ ഭവാനൊപ്പം അവിടേക്കു പോകുവാനേറെ കൊതിക്കുന്നിതൻ മനം. സ്നേഹവാത്സല്യങ്ങളേറെ ചൊരിഞ്ഞിടും മാതാവിനെയും സഹോദരിമാരെയും കാണുവാൻ ആഗ്രഹമുണ്ടവർ നൽകുന്ന സ്നേഹസമ്മാനങ്ങൾ എത്രയോ ഹൃദ്യമാം. സ്നേഹവാത്സല്യങ്ങളേറെ ചൊരിഞ്ഞിടും
മാതാവിനെയും സഹോദരിമാരെയും കാണുവാൻ ആഗ്രഹമുണ്ടവർ നൽകുന്ന സ്നേഹസമ്മാനങ്ങൾ എത്രയോ ഹൃദ്യമാം. ഒന്നു പോയിടാം നമുക്കും വിശിഷ്ടമാം കർമ്മങ്ങളിൽ പങ്കെടുത്തു മടങ്ങിടാം. നമ്മെ ക്ഷണിച്ചതില്ലെന്നു ശങ്കിക്കേണ്ട, നമ്മുടെ കർത്തവ്യമല്ലേ മഹാപ്രഭോ. ഒന്നു പോയിടാം നമുക്കും വിശിഷ്ടമാം കർമ്മങ്ങളിൽ പങ്കെടുത്തു മടങ്ങിടാം. നമ്മെ ക്ഷണിച്ചതില്ലെന്നു ശങ്കിക്കേണ്ട, നമ്മുടെ കർത്തവ്യമല്ലേ മഹാപ്രഭോ. ദക്ഷപ്രജാപതി തൻ രാജധാനിയിൽ യജ്ഞോത്സവം നടക്കുന്നതായി ചൊല്ലിയ പത്നിയോടൊന്നും പ്രതികരിച്ചിടാതെ മുഗ്ധസ്മിതത്തോടിരുന്നു ശ്രീശങ്കരൻ. ദക്ഷപ്രജാപതി തൻ രാജധാനിയിൽ യജ്ഞോത്സവം നടക്കുന്നതായി ചൊല്ലിയ പത്നിയോടൊന്നും പ്രതികരിച്ചിടാതെ മുഗ്ധസ്മിതത്തോടിരുന്നു ശ്രീശങ്കരൻ. ലോകപിതാമഹന്മാർ തൻ സദസ്സിലായി ശ്രീമദമത്തനാം ബ്രഹ്മപുത്രൻ ദക്ഷൻ ഏവരെയും കേൾക്കേ ചൊന്ന ദുർവാക്കുകൾ ഓർത്തുപോയി ശ്രീ ശിവൻ തൻ പ്രിയാനാശവും. ലോകപിതാമഹന്മാർ തൻ സദസ്സിലായി ശ്രീമദമത്തനാം ബ്രഹ്മപുത്രൻ ദക്ഷൻ ഏവരെയും കേൾക്കേ ചൊന്ന ദുർവാക്കുകൾ ഓർത്തുപോയി ശ്രീ ശിവൻ തൻ പ്രിയാനാശവും. ഒന്നു നിർത്തി സതീദേവി നോക്കിയിടിനാൾ ചിന്താസുഭഗമാം ഭർതൃമുഖാംബുജം. ചൊല്ലിനാൾ വീണ്ടും ആത്മാരാമനാം ഭവാൻ നിർമ്മമൻ സംഗരഹിതൻ ജിതേന്ദ്രിയൻ. ഞാനോ മനോജയം നേടാത്തവൾ ജപധ്യാന നിഷ്ഠാരതയെങ്കിലും ലൗകിക ഭാവം ത്യജിക്കാൻ അശക്തയായി സൗഹൃദ സ്നേഹബന്ധങ്ങളിൽ പെട്ടുഴലുന്നവൾ. അർദ്ധാംഗിയാം എന്നെ ഉൾക്കൊള്ളുവാൻ ഭവാനൊട്ടും പ്രയാസമില്ലെന്നറിയുന്നു ഞാൻ. എൻ മനമിച്ചിപ്പൂ പോകുവാൻ അങ്ങേക്കു സമ്മതമെങ്കിൽ വൈകാതെ പുറപ്പെടാം. ഒന്നു നിർത്തി സതീദേവി നോക്കിയിടിനാൾ ചിന്താസുഭഗമാം ഭർതൃമുഖാംബുജം. ചൊല്ലിനാൾ വീണ്ടും ആത്മാരാമനാം ഭവാൻ നിർമ്മമൻ സംഗരഹിതൻ ജിതേന്ദ്രിയൻ. ഞാനോ മനോജയം നേടാത്തവൾ ജപധ്യാന നിഷ്ഠാരതയെങ്കിലും ലൗകിക ഭാവം ത്യജിക്കാൻ അശക്തയായി സൗഹൃദ സ്നേഹബന്ധങ്ങളിൽ പെട്ടുഴലുന്നവൾ. അർദ്ധാംഗിയാമെന്നെ ഉൾക്കൊള്ളുവാൻ ഭവാനൊട്ടും പ്രയാസമില്ലെന്നറിയുന്നു ഞാൻ. എൻ മനമിച്ചിപ്പൂ പോകുവാൻ അങ്ങേക്കു സമ്മതമെങ്കിൽ വൈകാതെ പുറപ്പെടാം. അപ്രിയം കാട്ടാതരുൾ ചെയ്തു ശ്രീ ശിവൻ. ഉത്തമേ, നീ ചൊന്നതെത്രയും ശോഭനം. യജ്ഞം വിശിഷ്ടം അഭീഷ്ടതമെങ്കിലും വ്യക്തമായി ചിന്തിച്ചു വേണം പുറപ്പെടാൻ.
അപ്രിയം കാട്ടാതരുൾ ചെയ്തു ശ്രീശിവൻ. ഉത്തമേ നീ ചൊന്നതെത്രയും ശോഭനം. യജ്ഞം വിശിഷ്ടം അഭീഷ്ടതമെങ്കിലും വ്യക്തമായി ചിന്തിച്ചു വേണം പുറപ്പെടാൻ. സത്തുക്കൾ ശോഭിച്ചിടും ഷഡ്ഗുണങ്ങളാൽ ദുർജനങ്ങൾ മതമത്തരായി തീർന്നിടും. ഗർവിഷ്ഠർ തന്റെ ഗൃഹങ്ങളിൽ പോവതു നന്നല്ല, അപമാനമേൽക്കേണ്ടതായി വരും. സത്തുക്കൾ ശോഭിച്ചിടും ഷഡ്ഗുണങ്ങളാൽ ദുർജനങ്ങൾ മതമത്തരായി തീർന്നിടും. ഗർവിഷ്ഠർ തന്റെ ഗൃഹങ്ങളിൽ പോവതു നന്നല്ല, അപമാനമേൽക്കേണ്ടതായി വരും. ദ്വേഷഭാവപ്രേരിതരാം ജനങ്ങളിൽ സ്നേഹത്തിനൊട്ടും വിലയില്ല സുവ്രതേ. എന്നോടു ശത്രുതയുള്ള നിന്നച്ഛന്റെ മുന്നിലെത്തുന്ന നീ നിന്ദിതയായിടാം. പ്രേമാർദ്രമാം നിൻ മനസ്സിനതു താങ്ങാൻ ആവുമോ ചിന്തിച്ചു നോക്കുക വല്ലഭേ. ദ്വേഷഭാവപ്രേരിതരാം ജനങ്ങളിൽ സ്നേഹത്തിനൊട്ടും വിലയില്ല സുവ്രതേ. എന്നോടു ശത്രുതയുള്ള നിന്നച്ഛന്റെ മുന്നിലെത്തുന്ന നീ നിന്ദിതയായിടാം. പ്രേമാർദ്രമാം നിൻ മനസ്സിനതു താങ്ങാനാവുമോ ചിന്തിച്ചു നോക്കുക വല്ലഭേ. കണ്ണടച്ചു ധ്യാനമഗ്നനായി സർവവും കാൺമവൻ കാലസ്വരൂപൻ മഹാദേവൻ. പോയിടാം പോയി വരൂ എന്നു പറഞ്ഞില്ല, പോകരുതെന്നും പറഞ്ഞില്ല ശ്രീശിവൻ. സംഘർഷപൂരിതമായി മനം കർത്തവ്യമെന്തെന്നറിയാതെ സാധ്വി സതീദേവി പ്രാർത്ഥനയോടെ ജഗദ്ഗുരുവാം പതിദേവനെ ഭക്തിപൂർവം നമിച്ചിടിനാൾ. പോയിടാം പോയി വരൂ എന്നു പറഞ്ഞില്ല, പോകരുതെന്നും പറഞ്ഞില്ല ശ്രീശിവൻ. സംഘർഷപൂരിതമായി മനം കർത്തവ്യമെന്തെന്നറിയാതെ സാധ്വി സതീദേവി പ്രാർത്ഥനയോടെ ജഗദ്ഗുരുവാം പതിദേവനെ ഭക്തിപൂർവം നമിച്ചിടിനാൾ. പോകാനൊരുങ്ങി ശരിയറിയായികയാൽ പാരം കുഴങ്ങി മുന്നോട്ടു നടന്നുപോയി. പിന്നെ പലവട്ടമുള്ളിലോട്ടും പുറത്തേക്കും നടന്നു. പതിതൻ മുഖാംബുജം തന്റെ മനസ്സിലുറപ്പിച്ചിളകാതെ മുന്നോട്ടു തന്നെ ഗമിച്ചതു മാനിനി. പോകാനൊരുങ്ങി ശരിയറിയായികയാൽ ഭാരം കുഴങ്ങി മുന്നോട്ടു നടന്നുപോയി. പിന്നെ പലവട്ടമുള്ളിലോട്ടും പുറത്തേക്കും നടന്നു. പതിതൻ മുഖാംബുജം തന്നെ മനസ്സിലുറപ്പിച്ചിളകാതെ മുന്നോട്ടു തന്നെ ഗമിച്ചിതു മാനിനി. ഭൂതഗണങ്ങൾ ചുറ്റും വന്ന കമ്പടി സേവിച്ചു കൊണ്ടു നടന്നു ഭക്ത്യന്വിതം. ദേഹനാശം പുനർജന്മവും ത്യാഗവും ഘോരതപസ്സും കഠിനവ്രതങ്ങളും വേണ്ടി വന്നു സതീദേവിക്കു നാഥനാം ശ്രീശിവൻ തൻ വാമഭാഗമായി തീർന്നിടാൻ. ദേഹനാശം പുനർജന്മവും ത്യാഗവും ഘോരതപസ്സും കഠിനവ്രതങ്ങളും വേണ്ടി വന്നു സതീദേവിക്കു നാഥനാം ശ്രീശിവൻ തൻ വാമഭാഗമായി തീർന്നിടാൻ.
പത്നി തൻ നാശമറിഞ്ഞ ശിവൻ ക്രോധമൂർത്തിയായി തഞ്ചടാഭാരത്തിൽ നിന്നുടൻ ഉദ്ഭൂതനായ മഹാകായനാം വീരഭദ്രനെ യാഗശാലയ്ക്കയച്ചിടിനാൻ. ഘോരനവൻ യജ്ഞശാല തകർത്തെറിഞ്ഞാകെ നശിപ്പിച്ചു. ദക്ഷപ്രജാപതി തന്നെ വധിച്ചു. ഹിംസാനർത്തനമാടിച്ചെന്നു തൻ സ്വാമിയെ വീണുവണങ്ങിനാൻ. ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിച്ചു ക്രോധം ശമിപ്പിച്ചനുഗ്രഹം നേടുവാൻ കൈലാസഭൂമിയിലെത്തിയ ബ്രഹ്മാദിദേവകൾ കണ്ടതവർണ്യം അത്യത്ഭുതം. ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിച്ചു ക്രോധം ശമിപ്പിച്ചനുഗ്രഹം നേടുവാൻ കൈലാസഭൂമിയിലെത്തിയ ബ്രഹ്മാദിദേവകൾ കണ്ടതവർണ്യം അത്യത്ഭുതം. ഉത്തുംഗമായി അതിവിസ്തൃതമാം വടവൃക്ഷമൊന്നിൻ ചോട്ടിൽ വീരാസനസ്ഥനായി ദുഃഖരാഗക്രോധദ്വേഷ വിമുക്തനായി സ്വസ്ഥനായി ശാന്തനായി കണ്ടിതു ദേവനെ. കോപതാപാദികളുള്ളതായി ഭാവിപ്പു കേവലം ധർമ്മരക്ഷാർത്ഥം ത്രിമൂർത്തികൾ. ഉത്തുംഗമായി അതിവിസ്തൃതമാം വടവൃക്ഷമൊന്നിൻ ചോട്ടിൽ വീരാസനസ്ഥനായി ദുഃഖരാഗക്രോധദ്വേഷ വിമുക്തനായി സ്വസ്ഥനായി ശാന്തനായി കണ്ടിതു ദേവനെ. കോപതാപാദികളുള്ളതായി ഭാവിപ്പൂ കേവലം ധർമ്മരക്ഷാർത്ഥം ത്രിമൂർത്തികൾ. പാടില്ല ഭേദഭാവങ്ങൾ ഒരിക്കലും ഏകനാണീശ്വരൻ എന്നുറപ്പിച്ചവർ ഇന്ദ്രാദികൾ യാഗപൂർത്തി വരുത്തിനാർ. നിർമ്മല ചിത്തരായി ലോകഹിതാർത്ഥമായി. പാടില്ല ഭേദഭാവങ്ങൾ ഒരിക്കലും ഏകനാണീശ്വരൻ എന്നുറപ്പിച്ചവർ ഇന്ദ്രാദികൾ യാഗപൂർത്തി വരുത്തിനാർ. നിർമ്മല ചിത്തരായി ലോകഹിതാർത്ഥമായി. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. വ്യാഴാഴ്ചയായിട്ട് ദക്ഷിണാമൂർത്തിയെ കണ്ടു. നാരായണ. ദക്ഷയാഗം അത് വേണ്ട പോലെ സംഗ്രഹിച്ചിട്ടുണ്ട്. മഹാദേവനും പാർവതിയും എന്നുള്ള സതീദേവിയും എന്നുള്ള കാവ്യത്തില്. ഇനി ഗജേന്ദ്രൻ. നമ്മളെ ഗജേന്ദ്രമോക്ഷം കഥയാണ്. ഗജേന്ദ്രൻ എന്നാണ് ടൈറ്റിൽ. നോക്കാം നമുക്ക്. തുമ്പിയൊന്നുയർത്തി നാരായണ എന്നുറക്കെ വിളിച്ചു ജഗദ്ഗുരോ. തുമ്പിയൊന്നും ഉയർത്തി നാരായണ എന്നുറക്കെ വിളിച്ചു ജഗദ്ഗുരോ. ദിവ്യമാകും പ്രകാശത്തിൽ മുങ്ങി ഞാൻ ഉള്ളിൽ ഓംകാരനാദം ശ്രവിച്ചു ഞാൻ. ദിവ്യമാകും പ്രകാശത്തിൽ മുങ്ങി ഞാൻ ഉള്ളിൽ ഓംകാരനാദം ശ്രവിച്ചു ഞാൻ. ഇത്രനാളും സ്മരിച്ചതേയില്ല ഞാൻ ചിൽ സ്വരൂപൻ അനന്തനാമങ്ങയെ.
വിശ്വകാരുണ്യമൂർത്തി സ്വരൂപനെ വിശ്വസൃഷ്ടിസ്ഥിതിലയകാരനേ. ഇത്ര നാളും സ്മരിച്ചതേയില്ല ഞാൻ ചിൽ സ്വരൂപൻ അനന്തനാമങ്ങയെ. വിശ്വകാരുണ്യമൂർത്തി സ്വരൂപനെ വിശ്വസൃഷ്ടിസ്ഥിതിലയകാരനേ. ഞാനറിയുന്നതിൽ എന്റെ മാനസം ഏതിരുട്ടിൽ അലഞ്ഞു നടന്നുവോ. കഷ്ടമേ കാലമെത്ര കടന്നുപോയി ശുദ്ധബോധസ്വരൂപം മറന്നു ഞാൻ. ഞാനറിയുന്നതിൽ എന്റെ മാനസം ഏതിരുട്ടിൽ അലഞ്ഞു നടന്നുവോ. കഷ്ടമേ കാലമെത്ര കടന്നുപോയി ശുദ്ധബോധസ്വരൂപം മറന്നു ഞാൻ. സ്തോത്രം എപ്പോൾ ജപിച്ചു തുടങ്ങിയെന്നോർപ്പതില്ല ഞാൻ എന്നോ പഠിച്ചതാം. സ്തോത്രം എപ്പോൾ ജപിച്ചു തുടങ്ങിയെന്നോർപ്പതില്ല ഞാൻ എന്നോ പഠിച്ചതാം. നക്രവക്ത്രത്തിൽ നിന്നു രക്ഷപ്പെടാൻ എത്ര കാലമായി താനേ ശ്രമിപ്പു ഞാൻ. നക്രവക്ത്രത്തിൽ നിന്നു രക്ഷപ്പെടാൻ എത്ര കാലമായി താനേ ശ്രമിപ്പു ഞാൻ. വിസ്തൃതമായി സുരഭിലമായി അതിസ്വച്ഛമായോരി താമരപ്പൊയ്കയിൽ ശാപശക്തിയാൽ താണുപോയോറു ഞാൻ ആരെയും കണ്ടതില്ലെൻ സഹായിയായി. പുത്രമിത്ര കളത്രാദി ബന്ധുക്കൾ ചുറ്റുമുണ്ടായിരുന്നിതസംഖ്യമായി. നിസ്സഹായരായി ദുഃഖിതരായവർ എപ്പോഴോ പിന്തിരിഞ്ഞതറിഞ്ഞു ഞാൻ. വിസ്തൃതമായി സുരഭിലമായി അതിസ്വച്ഛമായൊരീ താമരപ്പൊയ്കയിൽ ശാപശക്തിയാൽ താണുപോയോറു ഞാൻ ആരെയും കണ്ടതില്ലെൻ സഹായിയായി. പുത്രമിത്ര കളത്രാദി ബന്ധുക്കൾ ചുറ്റുമുണ്ടായിരുന്നിതസംഖ്യമായി. നിസ്സഹായരായി ദുഃഖിതരായവർ എപ്പോഴോ പിന്തിരിഞ്ഞതറിഞ്ഞു ഞാൻ. കായശക്തി കുറഞ്ഞു കുറഞ്ഞു പോയി ജീവിതത്തിന്റെ അർത്ഥം മറന്നുപോയി. കായശക്തി കുറഞ്ഞു കുറഞ്ഞു പോയി ജീവിതത്തിന്റെ അർത്ഥം മറന്നുപോയി. എന്നിലെ ശക്തി കാരണഭൂതനയൊന്നറിയാൻ ശ്രമിച്ചതേയില്ല ഞാൻ. എന്തുകൊണ്ടോ മനസ്സുകൊണ്ടെങ്കിലും ഒന്നു കുമ്പിട്ടതില്ല ഞാൻ. കഷ്ടമേ എന്നിലെ ശക്തി കാരണഭൂതനയൊന്നറിയാൻ ശ്രമിച്ചതേയില്ല ഞാൻ. എന്തുകൊണ്ടോ മനസ്സുകൊണ്ടെങ്കിലും ഒന്നു കുമ്പിട്ടതില്ല ഞാൻ. കഷ്ടമേ സ്തോത്രകീർത്തനം കേട്ടു പരിഭ്രമിച്ചാർത്തവത്സലൻ അങ്ങു പറന്നെത്തി. പക്ഷിവാഹനനായി ചക്രധാരിയായി എത്തിയല്ലോ ഭവാൻ ശ്രീഹരിയായി. സ്തോത്രകീർത്തനം കേട്ടു പരിഭ്രമിച്ചാർത്തവത്സലനങ്ങു പറന്നെത്തി. പക്ഷിവാഹനനായി ചക്രധാരിയായി എത്തിയല്ലോ ഭവാൻ ശ്രീഹരിയായി. താണുപോയി തുടങ്ങിയൊരൻ കയ്യിൽ താമരപ്പൂ ലഭിച്ചതെന്തത്ഭുതം. പൂജാപുഷ്പം പതിച്ചു ഭവാൻ തന്റെ പാദപദ്മത്തിൽ നേത്രാംബുവിനൊപ്പം. താണുപോയി തുടങ്ങിയോരൻ കയ്യിൽ
താമരപ്പൂ ലഭിച്ചതെന്തത്ഭുതം. പൂജാപുഷ്പം പതിച്ചു ഭവാൻ തന്റെ പാദപദ്മത്തിൽ നേത്രാംബുവിനൊപ്പം. കണ്ടു ഞാൻ എന്നെ അങ്ങയിൽ, ഞാനിപ്പോൾ നിന്തിരുവടി തൻ രൂപമാർന്നല്ലോ. കണ്ടു ഞാൻ എന്നെ അങ്ങയിൽ, ഞാനിപ്പോൾ നിന്തിരുവടി തൻ രൂപമാർന്നല്ലോ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാവിൽ വരട്ടെ ഗുരുനാഥ വിശിഷ്ടമന്ത്രം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാവിൽ വരട്ടെ ഗുരുനാഥ വിശിഷ്ടമന്ത്രം. നാവിൽ വരട്ടെ ഗുരുനാഥ വിശിഷ്ടമന്ത്രം. ഹരിയോം ഹരിയോം. ഇതിൽ ഗജേന്ദ്രന്റെ കഥയാണോ നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണോ അല്ലേ? എന്തായാലും കമലാദേവി കുഞ്ഞമ്മ അവരുടെ കഥയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഏതോ സുഹൃതം കൊണ്ട് പൂജാപുഷ്പം കയ്യിൽ വന്നു, ഭഗവാന്റെ പാദപത്മത്തിൽ പതിച്ചു അല്ലേ? അമ്മയുടെ മുമ്പിലത്തെ സ്തോത്ര പുസ്തകത്തിന്റെ പേര് പൂജാപുഷ്പങ്ങളാണ്. ആ ഒരു സംസ്കാരം ഉള്ളിൽ നിന്ന് എപ്പോഴോ ഏതോ ജന്മാന്തര സുഹൃതം കൊണ്ട് വന്നതും ഭഗവാനെ സ്തുതിക്കാനായിട്ട് സാധിച്ചതും അങ്ങനെ ധന്യയായി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചതുമായിട്ടുള്ള സ്വന്തം കഥ തന്നെയാണ് ഇവിടുത്തെ ഗജേന്ദ്രൻ. നമ്മുടെ ഓരോരുത്തരുടെയും കഥയുമാണ്. നമുക്കും ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ വന്നു ചേരാൻ കഴിയുന്നത്, ഭാഗവതം പഠിക്കാൻ കഴിയുന്നത്, അങ്ങനെയുള്ള കീർത്തനങ്ങളിലൊക്കെ രുചി ഉണ്ടാവുന്നത്. വളരെ മനോഹരം. ഓരോരുത്തരും ഇത് പാടുമ്പോൾ സ്വയം ഗജേന്ദ്രനായി താദാത്മ്യം പ്രാപിച്ച് വേണം പാടാൻ. തന്റെ കഥ തന്നെയാണ്, അല്ലാതെ എവിടെയോ ഉള്ള ഏതോ ഗജേന്ദ്രന്റെ കഥയല്ല. നമ്മൾ ഓരോരുത്തരും അജ്ഞാനം കൊണ്ട് തമസ്സിലാണ്ട് സ്വയം അറിയാതെ മൃഗഭാവം പൂണ്ട് ഗജേന്ദ്രനെ പോലെ ആയവരാണ്. അതിൽ നിന്ന് കരകയറാനുള്ള അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ് ഈ ഗജേന്ദ്രന്റെ കഥ സ്തുതി രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും പഠിച്ച് പാടുക. അടുത്തത് വിദുര മഹാശയൻ എന്നുള്ള കഥയാണ്. മൊത്തത്തിൽ വിദുരന്റെ ചരിത്രത്തെ ഒരു അവതരണമാണ് നോക്കാം. വിദുര മഹാശയൻ നമ്മുടെ ഭാഗവതത്തില് തൃതീയ സ്കന്ധത്തിൽ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കേണ്ട വിദുര മഹാശയന്റെ വിദുര ഉദ്ധവ സംവാദം. അതിനു മുമ്പായിട്ട് വിദുരന്റെ കഥ പറയുന്നുണ്ട്. അതിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ നിന്നും വേണ്ട ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നോക്കാം. കണ്ടു ഞാനെൻ ജ്യേഷ്ഠനെ തുഷ്ടനായി തൃപ്തനായിട്ടെന്നോടു ചൊല്ലി
സുഖം തന്നെയാണെനിക്കിപ്പോൾ. പുത്രന്മാർ ധർമ്മപുത്രാദികളൻ ശുശ്രൂഷയിൽ എത്ര തൽപരർ പുത്രവധുവാം ദ്രൗപദിയും. വിതുരൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ധൃതരാഷ്ട്രൻ തന്റെ മക്കളൊക്കെ മരിച്ചിട്ടും ആ മക്കളെ കൊന്ന പാണ്ഡവന്മാരുടെ ആശ്രയത്തിൽ കഴിയുകയാണ്, അവരാൽ ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ട്. ഈ രംഗമാണ് ഇവിടെ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. കണ്ടു ഞാൻ എൻ ജ്യേഷ്ഠനെ തുഷ്ടനായി തൃപ്തനായിട്ടെന്നോടു ചൊല്ലി, സുഖം തന്നെയാണെനിക്കിപ്പോൾ. പുത്രന്മാർ ധർമ്മപുത്രാദികളൻ ശുശ്രൂഷയിലെത്ര തൽപരർ പുത്രവധുവാം ദ്രൗപദിയും. കൊട്ടാരം വിട്ടു രാജാവെന്നു കേൾക്കണേ, പ്രാർത്ഥിച്ചെത്തി ഞാൻ അഹോ കഷ്ടം എന്തിനി ചെയ്യേണ്ടു ഞാൻ. വിതുരൻ തീർത്ഥയാത്ര കഴിഞ്ഞ് പ്രതീക്ഷിച്ചു വരുന്നത് ധൃതരാഷ്ട്ര നാടുവിട്ടു പോയിട്ടുണ്ടാവുമെന്ന് കേൾക്കാനാണ്. പക്ഷെ ഇവിടെ വരുമ്പോ സുഖിച്ചിരിക്കുകയാണ്, അതാണ് കാണുന്നത്. കൊട്ടാരം വിട്ടു രാജാവെന്നു കേൾക്കണേ, പ്രാർത്ഥിച്ചെത്തി ഞാൻ അഹോ കഷ്ടം എന്തിനി ചെയ്യേണ്ടു ഞാൻ. നിന്ദകൾ അപമാനം നിസ്സഹായത എല്ലാം ഉള്ളത്തിലൊതുക്കി തൻ പുത്രന്മാർ മുഖം നോക്കി ധീരതയോടെ കർമ്മനിരതയായി ഭക്തി പ്രാർത്ഥനകളാൽ മനസ്ഥൈര്യത്തെ വർദ്ധിപ്പിച്ചും രാജധാനി തൻ ധർമ്മശക്തിയായി നിലകൊണ്ട് പാണ്ഡവ മാതാവിനെ എൻ ജ്യേഷ്ഠൻ മറന്നുവോ. നിന്ദകൾ അപമാനം നിസ്സഹായത എല്ലാം ഉള്ളത്തിലൊതുക്കി തൻ പുത്രന്മാർ മുഖം നോക്കി ധീരതയോടെ കർമ്മനിരതയായി ഭക്തി പ്രാർത്ഥനകളാൽ മനസ്ഥൈര്യത്തെ വർദ്ധിപ്പിച്ചും രാജധാനി തൻ ധർമ്മശക്തിയായി നിലകൊണ്ട് പാണ്ഡവമാതാവിനെ എൻ ജ്യേഷ്ഠൻ മറന്നുവോ. ആ കുന്തിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഏട്ടൻ മറന്നുപോയോ എന്നാ ചിന്തിക്കുന്നത്. അരക്കില്ലത്തിൽ വെന്തുകരിഞ്ഞുപോയി പാണ്ഡുസുതന്മാർ മാതാവൊപ്പം, കേട്ടു ദുർവിധി തന്നെ പഴിച്ചും ദുഃഖം പൂണ്ടും ശേഷകർമ്മങ്ങളെല്ലാം അനുഷ്ഠിപ്പിച്ചും ധൃതരാഷ്ട്രനായി വാണിൻ ജ്യേഷ്ഠൻ. മാറിയിൽ അദ്ദേഹത്തിൻ സ്വാർത്ഥമോഹങ്ങളൊന്നും മാനസമാലിന്യങ്ങൾ മാറ്റുവാൻ ശ്രമിച്ചില്ല. അരക്കില്ലത്തിൽ വെന്തു കരിഞ്ഞുപോയി പാണ്ഡുസുതന്മാർ മാതാവൊപ്പം, കേട്ടു ദുർവിധി തന്നെ പഴിച്ചും ദുഃഖം പൂണ്ടും ശേഷകർമ്മങ്ങളെല്ലാം അനുഷ്ഠിപ്പിച്ചും ധൃതരാഷ്ട്രനായി വാണൻ ജ്യേഷ്ഠൻ. മാറിയിൽ അദ്ദേഹത്തിൻ സ്വാർത്ഥമോഹങ്ങളൊന്നും മാനസമാലിന്യങ്ങൾ മാറ്റുവാൻ ശ്രമിച്ചില്ല. അധർമ്മം മുഴക്കിയ ക്രൂരമാമട്ടഹാസം സദസ്സിൻ പവിത്രത നഷ്ടമാക്കിയ നേരം, അപമാനിതമായ സ്ത്രീത്വത്തിനാർത്തനാദം മനുഷ്യത്വത്തിൽ ഹൃത്തിൽ ആർത്തലയടിച്ചപ്പോൾ അറിഞ്ഞു കൃഷ്ണൻ തന്നെയെങ്കിലും പുത്രസ്നേഹം ഇരുമ്പുമറയായി തീർന്നിതു ജ്യേഷ്ഠൻ മുന്നിൽ. അധർമ്മം മുഴക്കിയ ക്രൂരമാമട്ടഹാസം സദസ്സിൻ പവിത്രത നഷ്ടമാക്കിയ നേരം,
അപമാനിതമായ സ്ത്രീത്വത്തിനാർത്തനാദം മനുഷ്യത്വത്തിൽ ഹൃത്തിൽ ആർത്തലയടിച്ചപ്പോൾ അറിഞ്ഞു കൃഷ്ണൻ തന്നെ. എങ്കിലും പുത്രസ്നേഹം ഇരുമ്പുമറയായി തീർന്നിതു ജ്യേഷ്ഠൻ തന്നിൽ. ഉറക്കം നഷ്ടപ്പെട്ട ദീർഘരാത്രികൾ ചിന്താകുലനാം അദ്ദേഹത്തിനരികിലിരുന്നു ഞാൻ. ഇരുളും വെളിച്ചവും കലർന്നു വികൃതമായി കിടക്കും മനസ്സിന്റെ അകത്തെ തളങ്ങളിൽ നീതിശാസ്ത്രങ്ങൾ, ധർമ്മമാർഗങ്ങൾ, രാഷ്ട്രതന്ത്രം ഏശിയില്ലൊന്നും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും. ഉറക്കം നഷ്ടപ്പെട്ട ദീർഘരാത്രികൾ ചിന്താകുലനാം അദ്ദേഹത്തിനരികിലിരുന്നു ഞാൻ. ഇരുളും വെളിച്ചവും കലർന്നു വികൃതമായി കിടക്കും മനസ്സിന്റെ അകത്തെ തളങ്ങളിൽ നീതിശാസ്ത്രങ്ങൾ, ധർമ്മമാർഗങ്ങൾ, രാഷ്ട്രതന്ത്രം ഏശിയില്ലൊന്നും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും. വാക്കുപാലിച്ചതില്ലാതാർത്തരാഷ്ട്രന്മാർ രാജ്യം വീണ്ടു കിട്ടിയതില്ല, യുദ്ധം താൻ ഒരേ മാർഗം. അധർമ്മം വാളുമേന്തി നിൽപ്പതു കണ്ട കൃഷ്ണൻ കടന്നു ശാന്തിദൂതുമായി കുരുസഭ തന്നിൽ. ഉൾക്കണ്ണു തുറന്നവർ മാത്രം കൃഷ്ണനെ കണ്ടു. ദുർമദം ദുര്യോധനൻ തന്നെ ലാളിച്ചു വീണ്ടും. പാഞ്ചജന്യത്തിൻ ശക്തിധ്വനി കേട്ടില്ല ജ്യേഷ്ഠൻ. തീർന്നിതു ബധിരനായി അന്ധനാം നൃപാലകൻ. വാക്കുപാലിച്ചതില്ലാതാർത്തരാഷ്ട്രന്മാർ രാജ്യം വീണ്ടു കിട്ടിയതില്ല, യുദ്ധം താനൊരേ മാർഗം. അധർമ്മം വാളുമേന്തി നിൽപ്പതു കണ്ട കൃഷ്ണൻ കടന്നു ശാന്തിദൂതുമായി കുരുസഭ തന്നിൽ. ഉൾക്കണ്ണു തുറന്നവർ മാത്രം കൃഷ്ണനെ കണ്ടു. ദുർമദം ദുര്യോധനൻ തന്നെ ലാളിച്ചു വീണ്ടും. പാഞ്ചജന്യത്തിൻ ശക്തിധ്വനി കേട്ടില്ല ജ്യേഷ്ഠൻ. തീർന്നിതു ബധിരനായി അന്ധനാം നൃപാലകൻ. ധർമ്മമെന്തെന്നു തേടി ശാസ്ത്രങ്ങൾ പുരാണങ്ങൾ എല്ലാമേ പഠിച്ച ഞാൻ തീർത്ഥയാത്രകൾ ചെയ്തു. ഇന്നു ഞാൻ അറിയുന്നു കൃഷ്ണന്റെ മാർഗം തന്നെ ധർമ്മത്തിൻ ദുർജ്ഞേയമാ മോക്ഷതമാകും മാർഗം. ധർമ്മമെന്തെന്നു തേടി ശാസ്ത്രങ്ങൾ പുരാണങ്ങളെല്ലാമേ പഠിച്ച ഞാൻ തീർത്ഥയാത്രകൾ ചെയ്തു. ഇന്നു ഞാൻ അറിയുന്നു കൃഷ്ണന്റെ മാർഗം തന്നെ ധർമ്മത്തിൻ ദുർജ്ഞേയമാം മോക്ഷതമാകും മാർഗം. കാലത്താൽ ദഗ്ധമാകുമി അരക്കില്ലത്തിൽ നിന്നാവതും വേഗം പുറത്തിറക്കിയിടണം കൃഷ്ണ. നീ തന്നെ വന്നിടുക കാലത്തിൻ നിയാമകൻ. നീ തന്നെയല്ലോ കൃഷ്ണ ധർമ്മത്തിൻ രക്ഷകനും. കാലത്താൽ ദഗ്ധമാകുമീ അരക്കില്ലത്തിൽ നിന്നാവതും വേഗം പുറത്തിറക്കിയിടണം കൃഷ്ണ. നീ തന്നെ വന്നിടുക കാലത്തിൻ നിയാമകൻ. നീ തന്നെയല്ലേ കൃഷ്ണ ധർമ്മത്തിൻ രക്ഷകനും. ഒന്നുമേ വിശേഷങ്ങൾ പറയുന്നില്ല ഭവാൻ. എന്തിതെന്നതു കേട്ടിട്ടുണർന്നു നോക്കി ചുറ്റും. കഥകൾ കേട്ടിടുവാൻ ഔത്സുക്യം പൂണ്ടിരിക്കും ധൃതരാഷ്ട്രനാമെന്റെ ജ്യേഷ്ഠനെ മുന്നിൽ കണ്ടു.
ഒന്നുമേ വിശേഷങ്ങൾ പറയുന്നില്ല ഭവാൻ. എന്തിതെന്നതു കേട്ടുണർന്നു നോക്കി ചുറ്റും. കഥകൾ കേട്ടിടുവാൻ ഔത്സുക്യം പൂണ്ടിരിക്കും. ധൃതരാഷ്ട്രനാം എന്റെ ജ്യേഷ്ഠനെ മുന്നിൽ കണ്ടു. അങ്ങനെ വിദുര മഹാശയന്റെ മനോഗതങ്ങളാണ് അവതരിപ്പിച്ചത്. നമുക്കുള്ള പാഠങ്ങളുമൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരം. നാരായണ. ഇനി ഭാഗവതത്തിലെ ഉദ്ധവന്റെ യാത്ര. ഉദ്ധവൻ ബദരീനാഥത്തിലേക്ക് ഭഗവാന്റെ ആജ്ഞപ്രകാരം യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ കൃഷ്ണന്റെ മാഹാത്മ്യം സ്മരണയിൽ വരുന്നതാണ്. ഉദ്ധവന്റെ യാത്ര. നടപ്പൂ കൃഷ്ണൻ തന്റെ പാദരേണുക്കൾ പൂണ്ടു പവിത്രമായി തീർന്ന പാദുകങ്ങളുമായി ഞാൻ. നടപ്പൂ കൃഷ്ണൻ തന്റെ പാദരേണുക്കൾ പൂണ്ടു പവിത്രമായി തീർന്ന പാദുകങ്ങളുമായി ഞാൻ. എന്നശ്രുബിന്ദുക്കൾ തൻ നനവേറ്റവയെന്നുമെൻ മുക്തി സാധനവും വഴികാട്ടിയും തന്നെ. എന്നശ്രുബിന്ദുക്കൾ തൻ നനവേറ്റവ എന്നുമെൻ മുക്തി സാധനവും വഴികാട്ടിയും തന്നെ. കംസനിഗ്രഹത്തിനായി മധുരാപുരി തന്നിൽ വന്ന നാൾ മുതൽ കൃഷ്ണൻ തന്നുടെ നിഴൽ പോലെ സഹചാരിയായി സുഹൃത്തായി ബന്ധുവായി ഭൃത്യസമനായി വസിച്ചു ഞാൻ ഉപദേശകനായും. കംസനിഗ്രഹത്തിനായി മധുരാപുരി തന്നിൽ വന്ന നാൾ മുതൽ കൃഷ്ണൻ തന്നുടെ നിഴൽ പോലെ സഹചാരിയായി സുഹൃത്തായി ബന്ധുവായി ഭൃത്യസമനായി വസിച്ചു ഞാൻ ഉപദേശകനായും. കൃഷ്ണസേവയാൽ പരം ധന്യതയാർന്നോരു ഞാൻ ദുസ്സഹമാകും നഷ്ടബോധത്തിലുഴലുന്നോ. കൃഷ്ണസേവയാൽ പരം ധന്യതയാർന്നോരു ഞാൻ ദുസ്സഹമാകും നഷ്ടബോധത്തിലുഴലുന്നോ. ജീവിത പ്രയാണത്തിൽ ഓർമ്മകൾ ദുസ്വപ്നമായി മാറിടാം, മധുരിക്കും പാധേയമായി തീരാം. ജീവിത പ്രയാണത്തിൽ ഓർമ്മകൾ ദുസ്വപ്നമായി മാറിടാം, മധുരിക്കും പാധേയമായി തീരാം. മറ്റെല്ലാം മറന്നീടാം, ഗോപികമാരെ കണ്ടു വൃത്താന്തമറിഞ്ഞു തൻ സന്ദേശം നൽകിയിടുവാൻ എന്നെ ഏൽപ്പിച്ചു കൃഷ്ണൻ. എത്തി ഞാൻ കൃഷ്ണലീലാരംഗഭൂമിയായി തീർന്ന നന്ദഗോകുലം തന്നിൽ. മറ്റെല്ലാം മറന്നീടാം, ഗോപികമാരെ കണ്ടു വൃത്താന്തമറിഞ്ഞു തൻ സന്ദേശം നൽകിയിടുവാൻ എന്നെ ഏൽപ്പിച്ചു കൃഷ്ണൻ. എത്തി ഞാൻ കൃഷ്ണലീലാരംഗഭൂമിയായി തീർന്ന നന്ദഗോകുലം തന്നിൽ. പ്രണയാർദ്രരാം ഗോപനാരിമാർ
സുന്ദരമാം വ്രജഭൂമിയിൽ വൃന്ദാവനത്തിൽ ഗോവർദ്ധനഗിരി തൻ താഴ്വാരത്തിൽ കാളിന്ദീ തീരങ്ങളിൽ കിളികൾ പാടും ഭൃംഗനികരം മൂളും വള്ളിക്കുടിലിനുള്ളിൽ പതഞ്ഞൊഴുകും അരുവികൾ കരികിൽ എങ്ങും കണ്ടു കൃഷ്ണനെ നാഥൻ തന്നെ. പ്രണയാർദ്രരാം ഗോപനാരിമാർ സുന്ദരമാം വ്രജഭൂമിയിൽ വൃന്ദാവനത്തിൽ ഗോവർദ്ധനഗിരിതൻ താഴ്വാരത്തിൽ കാളിന്ദീ തീരങ്ങളിൽ കിളികൾ പാടും ഭൃംഗനികരം മൂടും വള്ളിക്കുടിലിനുള്ളിൽ പതഞ്ഞൊഴുകും അരുവികൾ കരുകിൽ എങ്ങും കണ്ടു കൃഷ്ണനെ നാഥൻ തന്നെ. കണ്ണനായി ഗോപാലനായി വെണ്ണ കട്ടോടിപ്പോകും ഉണ്ണിയായി കള്ളക്കണ്ണീർ പൊഴിക്കും നടനായി വേണുഗാനത്തിൻ രാഗതാളങ്ങൾക്കൊപ്പം രാസലീലയാടിടും പ്രേമനർത്തകൻ സുന്ദരനായി ദുഷ്ടരാം അസുരരെ നിഗ്രഹിച്ചിടും മഹാശക്തിമാൻ അവതാര പുരുഷശ്രേഷ്ഠനായി കൃഷ്ണനായി ഗോപാലനായി വെണ്ണകെട്ടോടിപ്പോകും ഉണ്ണിയായി കള്ളക്കണ്ണീർ പൊഴിക്കും നടനായി വേണുഗാനത്തിൻ രാഗതാളങ്ങൾക്കൊപ്പം രാസലീലയാടിടും പ്രേമനർത്തകൻ സുന്ദരനായി ദുഷ്ടരാം അസുരരെ നിഗ്രഹിച്ചിടും മഹാശക്തിമാൻ അവതാര പുരുഷശ്രേഷ്ഠനായി ജീവിതം കൃഷ്ണസ്മൃതിധന്യമായി തീർത്തു മഹായോഗിനിമാരാം ത്യാഗമൂർത്തികൾ ഗോപസ്ത്രീകൾ. വേദങ്ങൾ പുരാണങ്ങളൊന്നുമേ പഠിക്കാത്തോർ ദാനമോഹോമാദി കർമ്മമൊന്നുമേ ചെയ്തിടാത്തോർ ഗോക്കളെ സംരക്ഷിച്ചും പാൽ വെണ്ണ തൈർ വിറ്റും ജീവിച്ചോർ രാഗഭക്തി സാധകർ പുണ്യാത്മാക്കൾ. ജീവിതം കൃഷ്ണസ്മൃതിധന്യമായി തീർത്തു മഹായോഗിനിമാരാം ത്യാഗമൂർത്തികൾ ഗോപസ്ത്രീകൾ. വേദങ്ങൾ പുരാണങ്ങളൊന്നുമേ പഠിക്കാത്തോർ ദാനഹോമാദി കർമ്മമൊന്നുമേ ചെയ്തിടാത്തോർ ഗോക്കളെ സംരക്ഷിച്ചും പാൽവെണ്ണ തൈർ വിറ്റും ജീവിച്ചോർ രാഗഭക്തി സാധകർ പുണ്യാത്മാക്കൾ. എൻ മനം ലജ്ജിച്ചുപോയി ആ വ്രജസ്ത്രീകൾ തന്റെ നിർമ്മല മധുരമാം പ്രേമഭാവത്തിൻ മുന്നിൽ. എൻ മനം ലജ്ജിച്ചുപോയി ആ വ്രജസ്ത്രീകൾ തന്റെ നിർമ്മല മധുരമാം പ്രേമഭാവത്തിൻ മുന്നിൽ. നമിച്ചു ഗോപിമാർ തൻ പാദപാംസുക്കളെടുത്തണിഞ്ഞു ശിരസിൽ ഞാൻ മടങ്ങി കൃഷ്ണാന്തികേ. നമിച്ചു ഗോപിമാർ തൻ പാദപാംസുക്കളെടുത്തണിഞ്ഞു ശിരസിൽ ഞാൻ മടങ്ങി കൃഷ്ണാന്തികേ. യാത്രാനുഭവമെല്ലാം കേട്ടൊരു കൃഷ്ണൻ തന്റെ നേത്രങ്ങൾ തന്നിൽ ഗൂഢസ്മേരമൊന്നുണർന്നുവോ. യാത്രാനുഭവമെല്ലാം കേട്ടൊരു കൃഷ്ണൻ തന്റെ നേത്രങ്ങൾ തന്നിൽ ഗൂഢസ്മേരമൊന്നുണർന്നുവോ. ഭൂഭാരം തീർത്തു മടങ്ങിടുവാനൊരുങ്ങിയ ശ്രീവാസുദേവ കൃഷ്ണൻ അരികിലെത്തി ഞാനും. വിരഹാതുരനായി കർത്തവ്യമൂഢനായി വഴി കാണാതെ നിൽക്കും പാന്തനായി ശിഷ്യനായി. ഭൂഭാരം തീർത്തു മടങ്ങിടുവാനൊരുങ്ങിയ
ശ്രീവാസുദേവ കൃഷ്ണനരികിലെത്തി ഞാനും. വിരഹാതുരനായി കർത്തവ്യമൂഢനായി വഴി കാണാതെ നിൽക്കും പന്തനായി ശിഷ്യനായി ഭഗവാൻ അരുൾ ചെയ്തു, സർവവും ത്യജിച്ചു നീ അകമേ എന്നെ തന്നെയുറപ്പിച്ചിളകാതെ സമഭാവനയോടെ ചരിക്ക എത്തും നീ എന്നരികിൽ തന്നെ നിത്യമുക്തനായി ഭവിച്ചിടും. ഭഗവാൻ അരുൾ ചെയ്തു, സർവവും ത്യജിച്ചു നീ അകമേ എന്നെ തന്നെയുറപ്പിച്ചിളകാതെ സമഭാവനയോടെ ചരിക്ക എത്തും നീ എന്നരികിൽ തന്നെ നിത്യമുക്തനായി ഭവിച്ചിടും. ഉദ്ധവന്റെ യാത്ര എത്ര മനോഹരം, എത്ര മനോഹരം. ഗംഭീരം ഗംഭീരം എന്നല്ല, ഇനിയുണ്ട് വരികൾ. സോറി, ഞാൻ കഴിഞ്ഞു വിചാരിച്ചു. ഇനി 4-5 വരികൾ കൂടിയുണ്ട്. പിന്നെയും ചൊല്ലി കൃഷ്ണൻ ഭക്തരായി നിഷ്കാമരായി ശുദ്ധരായി നിരഹങ്കാരികളായി നിസ്വാർത്ഥരായി വർത്തിക്കും മർത്യരെന്റെ പ്രിയരാം അവർക്കു നീ അധ്യാത്മജ്ഞാനമുപദേശിക്ക യഥോചിതം. ബദര്യാശ്രമം തന്നിലെത്തി നീ ദ്വൈതഭാവം വെടിഞ്ഞിട്ടെന്നിൽ തന്നെ വിലയം പ്രാപിച്ചാലും. പിന്നെയും ചൊല്ലി കൃഷ്ണൻ ഭക്തരായി നിഷ്കാമരായി ശുദ്ധരായി നിരഹങ്കാരികളായി നിസ്വാർത്ഥരായി വർത്തിക്കും മർത്യരെന്റെ പ്രിയരാം അവർക്കു നീ അധ്യാത്മജ്ഞാനമുപദേശിക്ക യഥോചിതം. ബദര്യാശ്രമം തന്നിലെത്തി നീ ദ്വൈതഭാവം വെടിഞ്ഞിട്ടെന്നിൽ തന്നെ വിലയം പ്രാപിച്ചാലും. ബ്രഹ്മരുദ്രന്മാരാലും പൂജ്യരായി തീർന്ന ഗോപീവൃന്ദമൻ മുന്നിലൂടെ നടന്നു പോകുന്നുവോ. ബ്രഹ്മരുദ്രന്മാരാലും പൂജ്യരായി തീർന്ന ഗോപീവൃന്ദമൻ മുന്നിലൂടെ നടന്നു പോകുന്നുവോ. ഗോപികമാരോടുള്ള ആ ബഹുമാനം അദ്ദേഹത്തിന്റെ ഉള്ളില് തന്നേക്കാൾ മുമ്പേ ആ ഗോപികമാര് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് കാണുകയാണ്. അതിമനോഹരം. ഉദ്ധവന്റെ യാത്ര. ഇനി അഹല്യ, ദ്രൗപദി മുതലായ കഥാപാത്രങ്ങളെ ഒന്ന് നമ്മുടെ മനസ്സിലൂടെ അമ്മ വിശകലനം ചെയ്യുകയാണ്. നോക്കാം. അഹല്യയെ കാണാം. നാരായണ. അഹല്യ. നിർവികാരയായി ബ്രഹ്മധ്യാനമഗ്നയായി സർവസംഗമുക്തയായി ഭക്തിഭാവത്തിൻ പ്രതീകമായി ആശ്രമഭൂവിന്നേകാന്തതയിൽ വസിപ്പവൾ യോഗിനി ശിലയായി തീർന്നവൾ മനസ്വിനി. നിർവികാരയായി ബ്രഹ്മധ്യാനമഗ്നയായി സർവസംഗമുക്തയായി ഭക്തിഭാവത്തിൻ പ്രതീകമായി ആശ്രമഭൂവിന്നേകാന്തതയിൽ വസിപ്പവൾ യോഗിനി
ശിലയായി തീർന്നവൾ മനസ്വിനി. മനസ്സൊന്നിടറിപ്പോയി എങ്കിലും പാതിവ്രത്യ മഹത്വമുയർത്തിയോൾ ധീരയൻ ഗൃഹേശ്വരി. ജ്ഞാനത്തിൻ മൂർത്തരൂപമായി ഭവിച്ചവൾ ഭർതൃശാപത്തെ വരമാക്കി മാറ്റിയോൾ തപസ്വിനി. മനസ്സൊന്നിടറിപ്പോയെങ്കിലും പാതിവ്രത്യ മഹത്വമുയർത്തിയോൾ ധീരയൻ ഗൃഹേശ്വരി. ജ്ഞാനത്തിൻ മൂർത്തരൂപമായി ഭവിച്ചവൾ ഭർതൃശാപത്തെ വരമാക്കി മാറ്റിയോൾ തപസ്വിനി. പൂജകൾ, ഹോമങ്ങളും ജപമന്ത്രാർച്ചനകൾ, ദാനങ്ങൾ, ബ്രഹ്മചര്യനിഷ്ഠകൾ, യജ്ഞങ്ങളും വ്രതങ്ങൾ, ആശ്രമാനുഷ്ഠാനങ്ങളെല്ലാറ്റിനും തുണയായവൾ നിന്നു അഹല്യാ മനോഹരി. ശോഭിച്ചിതവൾ പർണശാല തൻ ദീപം പോലെ, ഭാവസംശുദ്ധി തന്റെ മോഹനരൂപം പോലെ. പൂജകൾ, ഹോമങ്ങളും ജപമന്ത്രാർച്ചനകൾ, ദാനങ്ങൾ, ബ്രഹ്മചര്യനിഷ്ഠകൾ, യജ്ഞങ്ങളും വ്രതങ്ങൾ, ആശ്രമാനുഷ്ഠാനങ്ങളെല്ലാറ്റിനും തുണയായവൾ നിന്നു അഹല്യാ മനോഹരി. ശോഭിച്ചിതവൾ പർണശാല തൻ ദീപം പോലെ, ഭാവസംശുദ്ധി തന്റെ മോഹനരൂപം പോലെ. യാഗരക്ഷയ്ക്കായി മുനിക്കൊപ്പമെത്തിയിടുന്ന ശ്രീരാമചന്ദ്രൻ തന്നനുഗ്രഹത്താൽ പവിത്രയായി എത്തിടും എന്നന്തികെ കാത്തിരിക്കുന്നു ഞാനെൻ ചിത്തത്തെ സ്നേഹം കൊണ്ടു ശുദ്ധമായി തീർത്തിടട്ടെ. യാഗരക്ഷയ്ക്കായി മുനിക്കൊപ്പമെത്തിയിടുന്ന ശ്രീരാമചന്ദ്രൻ തന്നനുഗ്രഹത്താൽ പവിത്രയായി എത്തിടുമെന്നന്തികെ കാത്തിരിക്കുന്നു ഞാനെൻ ചിത്തത്തെ സ്നേഹം കൊണ്ടു ശുദ്ധമായി തീർത്തിടട്ടെ. ചിന്തയിൽ മുഴുകിപ്പോയി ഗൗതമമുനീശ്വരൻ സന്തതം തപോവൃത്തി നിരതൻ ഭക്തോത്തമൻ. ഇതെല്ലാം ഗൗതമ മഹർഷിയുടെ ചിന്തകളായിട്ടാണ് അഹല്യയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗൗതമ മഹർഷി ചിന്തിക്കുന്നതാണ്. ചിന്തയിൽ മുഴുകിപ്പോയി ഗൗതമമുനീശ്വരൻ സന്തതം തപോവൃത്തി നിരതൻ ഭക്തോത്തമൻ. ഓർത്തിടുന്നു ഞാൻ എന്റെ രൂപവേഷങ്ങളോടെ കാത്തുനിന്നിരുട്ടത്തു വന്നെത്തി എൻ പത്നിയെ വഞ്ചിച്ച മഹാപാപി കാമകശ്മലനായോരിന്ദ്രനെ ശപിച്ചു ഞാൻ ദുർഭകനായി തീരട്ടെ. മനസ്സിൻ നിയന്ത്രണം വിട്ട ഞാൻ ശപിച്ചുപോയി അപമാനിതയായോരൻ പ്രിയതമജേയും ശിലയായി ഭവിക്കട്ടെ. ദേഹസൗന്ദര്യമെല്ലാം അകന്നുപോയിടട്ടെ, ദൃഢമാവട്ടെ ചിത്തം. ഓർത്തിടുന്നു ഞാൻ എന്റെ രൂപവേഷങ്ങളോടെ കാത്തുനിന്നിരുട്ടത്തു വന്നെത്തി എൻ പത്നിയെ വഞ്ചിച്ച മഹാപാപി കാമകശ്മലനായോരിന്ദ്രനെ ശപിച്ചു ഞാൻ ദുർഭകനായി തീരട്ടെ. മനസ്സിൻ നിയന്ത്രണം വിട്ട ഞാൻ ശപിച്ചുപോയി അപമാനിതയായൊരൻ പ്രിയതമയെയും ശിലയായി ഭവിക്കട്ടെ. ദേഹസൗന്ദര്യമെല്ലാം അകന്നുപോയിടട്ടെ, ദൃഢമാവട്ടെ ചിത്തം. മേവുക തപസ്സു ചെയ്തിവിടെ ശ്രീരാമന്റെ പാദസ്പർശത്താൽ പരിശുദ്ധയായി ഭവിക്കും നീ. മേവുക തപസ്സു ചെയ്തിവിടെ
ശ്രീരാമന്റെ പാദസ്പർശത്താൽ പരിശുദ്ധയായി ഭവിക്കും നീ. ശ്രീരാമധ്യാനത്തോടെയിരുന്നു മുനിശ്രേഷ്ഠൻ ശാന്തചിത്തനായി മോഹമുക്തനായി തന്നാശ്രമേ. ചിന്തയിൽ നിന്നുണർന്ന മാമുനി കണ്ടു തന്റെ മുൻപിലായി നമിക്കുന്ന പ്രിയയാം പത്നി തന്നെ. ശ്രീരാമധ്യാനത്തോടെ ഇരുന്നു മുനിശ്രേഷ്ഠൻ ശാന്തചിത്തനായി മോഹമുക്തനായി തന്നാശ്രമി. ചിന്തയിൽ നിന്നുണർന്ന മാമുനി കണ്ടു തന്റെ മുൻപിലായി നമിക്കുന്ന പ്രിയയാം പത്നി തന്നെ. ഗൗതമ മഹർഷി അഹല്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതും അവസാനം ചിന്തയിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ ശാപമുക്തയായി തന്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്ന തന്റെ പ്രിയ പത്നിയെ കാണുന്നതുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള രംഗം. നാരായണ. ഇനിയുള്ളത് ദ്രൗപദി, അത് കഴിഞ്ഞ് കുചേലോപാഖ്യാനം, അജാമിളോപാഖ്യാനം, അങ്ങനെ അങ്ങനെ വരുന്നുണ്ട്. നാളെ തുടരാം. ഇന്നിവിടെ നിൽക്കട്ടെ. നാളെ കാണാം. നമുക്ക് ആസ്വദിക്കാമല്ലോ, ദിവസവും ആസ്വദിക്കാം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വൈകിട്ട് വാൽമീകി രാമായണത്തിൽ കാണാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം, ശുഭദിനം.